ഹായ് ഫ്രണ്ട്സ്, ഇത് യന്ത്രത്തിന്റെ കാലമാണ്. എടുത്തു പറഞ്ഞാൽ യന്ത്രമനുഷ്യരുടെ കാലം. മാൻഹോൾ വൃത്തിയാക്കുന്നത് മുതൽ ബാങ്ക് ജോലികൾ ചെയ്യാൻ വരെ ഇവർ സമർത്ഥരാണ്. റോബോട്ടിക്സ് എന്നത് ഒരു കാലത്തെ മനുഷ്യ സങ്കല്പങ്ങളെക്കാളും ബഹുദൂരം യാത്ര ചെയ്തിരിക്കുന്നു. മനുഷ്യനേക്കാളും നന്നായി സംസാരിക്കുന്നവ, നൃത്തം ചെയ്യുന്നവ, പാട്ടുപാടുന്നവ, അങ്ങനെ ധാരാളം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 2014 പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഇന്റർസ്റ്റെല്ലാർ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. വാസയോഗ്യമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് പകരം സൗരയുദ്ധത്തിന് പുറത്ത് മറ്റൊരു സുരക്ഷിത സ്ഥാനം തേടിയുള്ള ചില ശാസ്ത്രജ്ഞന്മാരുടെ യാത്രയിൽ അവരെ സഹായിച്ചുകൊണ്ട് കൂടെ യാത്ര ചെയ്യുന്ന ടാർസ്, കെയ്സ് എന്നീ 2 റോബോട്ടുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. പലതരം കഴിവുകൾക്ക് പുറമെ അവ പ്രകടിപ്പിക്കുന്ന ഒരു പ്രധാന കഴിവാണ് മനുഷ്യഭാഷയിൽ ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളത്. ഇത് സിനിമയിലെ കാര്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഇതുപോലൊരു റോബോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവയുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു കുഞ്ഞൻ റോബോട്ടിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബഹിരാകാശ യാത്രികനാകുന്ന പ്രഥമ ജാപ്പനീസ് യന്ത്രമനുഷ്യനാണ് കിറോബോ. ഇവന് സംസാരശേഷിയുണ്ട്. ബഹിരാകാശ യാത്രകളിൽ മനുഷ്യരെ സഹായിക്കുക എന്നതാണ് കിറോബോയുടെ ദൗത്യം. ഇവന്റെ തുണയായി മിറാറ്റ എന്ന ഇരട്ട യന്ത്രമനുഷ്യനെയും വികസിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനിലുള്ള ജാപ്പനീസ് യാത്രികൻ കൊയിച്ചി വകാജയുമായി കിറോബോ ജാപ്പനീസ് ഭാഷയിൽ ആശയവിനിമയം നടത്തി. കിറോബോ-kun, genki datta? പേരിന് പിന്നിൽ കിബോ എന്നാൽ ജാപ്പനീസ് ഭാഷയിൽ പ്രത്യാശ എന്നർത്ഥം. കിബോ, റോബോട്ട് എന്നീ പദങ്ങൾ ചേർന്നാണ് സംസാരിക്കുന്ന പ്രഥമ യന്ത്രമനുഷ്യന് കിറോബോ എന്ന പേര് ശാസ്ത്രലോകം നൽകിയത്. പ്രത്യേകതകൾ: 2.2 പൗണ്ട് ഭാരവും 13 ഇഞ്ച് ഉയരവും 7 ഇഞ്ച് വണ്ണവുമാണ് ഇവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ജാപ്പനീസ് ഭാഷയിൽ സംസാരിക്കുന്ന കിറോബോ സ്പേസ് സ്റ്റേഷനിലെ യന്ത്രങ്ങളും മനുഷ്യരും തമ്മിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്നു. വികസിപ്പിച്ചത് ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ അഡ്വാൻസ് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ച് സെന്ററിലെ ഗവേഷകരാണ് ഇത് വികസിപ്പിച്ചത്. ടൊയോട്ടോ മോട്ടോർ കോർപ്പറേഷൻ, റോബോ ഗരാഷ്, ജാക്സ, PR കമ്പനിയായ ഡെൻസ്യു എന്നിവരും ഈ സംസാര റോബോട്ട് പദ്ധതിയിലെ പങ്കാളികളാണ്. ഹാർഡ്വെയർ നിർമ്മാണത്തിനും മോഷൻ ജനറേഷനും മേൽനോട്ടം വഹിച്ചത് ടോക്കിയോ യൂണിവേഴ്സിറ്റിയും റോബോ ഗരാഷും ചേർന്നാണ്. വോയിസ് റെക്കഗ്നേഷന് ടൊയോട്ടയും കോൺവെർസേഷൻ കണ്ടന്റ്, പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നിവയ്ക്ക് ഡെൻസ്യുവും നേതൃത്വം നൽകി. കഴിവുകൾ: ശബ്ദവും സംസാരവും തിരിച്ചറിയാനുള്ള കഴിവ്, സാധാരണയായി മനുഷ്യർ സംസാരിക്കുന്ന രീതിയിലുള്ള ആശയവിനിമയം, മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ തിരിച്ചറിയുക, വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങിയവയാണ് കിറോബോയുടെ പ്രധാന കഴിവുകൾ. ലിറ്റിൽ കിറോബോ ടു ബിക്കം ഫസ്റ്റ് റോബോട്ട് സ്പേസ് ടോക്കർ എന്ന ടൈറ്റിലിൽ 2013 ജൂൺ 27 ടെക് ന്യൂസ് വേൾഡ് വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇതോടുകൂടിയാണ് ലോകം കിറോബോയെ അറിയുന്നത്. ജപ്പാനിലെ താനെഗാഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് കിറോബോ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്: 18 മാസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം തിരിച്ചെത്തിയ കിറോബോയെ കാത്തിരുന്നത് 2 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ആയിരുന്നു. ബഹിരാകാശത്തെത്തിയ ആദ്യ കമ്പാനിയൻ റോബോട്ട്, ഏറ്റവും ഉയരത്തിൽ വെച്ച് സംസാരിച്ച ആദ്യ റോബോട്ട് തുടങ്ങിയവ. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞൻ കിറോബോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.